ക്രിസ്മസ് 2021 എത്തിക്കഴിഞ്ഞു അല്ലേ? എന്തൊരു പെട്ടെന്ന ദിവസങ്ങളും വർഷങ്ങളും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇതേ ഒരു ചെറിയ ട്രീ വെച്ചിട്ടുണ്ട്, കുറച്ച് ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട്, കുറച്ചൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ വില്ലേജിലെ ബാക്കി വീടുകൾ ഇതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ. ഇനി അതിൻ്റെ ഒരു ഭാഗത്തും കൂടി വരുന്നുണ്ട്. അപ്പൊ അതിൽ കുറച്ചും കൂടി വീടുകൾ നമുക്ക് കാണാം കേട്ടോ. അപ്പൊ ഇക്കൊല്ലം നമുക്ക് ക്രിസ്മസിന് സ്പെഷ്യലായിട്ട് ഒരു ജിഞ്ചർബ്രെഡ് ഹൗസ് ഉണ്ടാക്കിയാലോ. ജിഞ്ചർബ്രെഡ് ഹൗസ് കേൾക്കുമ്പോൾ പേടിക്കേണ്ട, കോംപ്ലിക്കേറ്റഡ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള റെസിപ്പീസ് ഒന്നുമല്ല, അത് ഞാൻ ചെയ്യൂല. ഇത് ഭയങ്കര എളുപ്പമായിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ വീട്ടിൽ കുട്ടികൾ സ്കൂൾ ഹോളിഡേ ആയിട്ട് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാണ്ടിരിക്കുന്നില്ല, അപ്പോൾ അവർക്ക് പണി കൊടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്യും. കാരണം ഇതിൻ്റെ ഡെക്കറേഷൻസിൽ നമ്മൾ കുറേ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഡെക്കറേഷൻ യൂസ് ചെയ്യുന്ന സ്വീറ്റിനേക്കാളും മിക്കുന്ന സ്വീറ്റ്സ് അവരുടെ വയറ്റിലേക്കായിരിക്കും പോകണ്ടാവുക. അപ്പോൾ എന്തായാലും നമുക്ക് ജിഞ്ചർബ്രെഡ് ഹൗസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതേ ആദ്യം തന്നെ കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്, 155 grams ഓഫ് ബട്ടർ. അപ്പോൾ അത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇടാം. ഇതൊരു കുക്കിംഗ് ബിസ്ക്കറ്റൊക്കെ ഉണ്ടാക്കണ പോലെയാണ് കേട്ടോ. ബട്ടറും ഷുഗറും നമ്മൾ അടിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് മൈദ, ബേക്കിംഗ് സോഡ, പിന്നെ കുറച്ച് സ്പൈസസ് അതൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഈ ബട്ടർ ഇത് സോഫ്റ്റ് ആയിട്ട് ബട്ടറാണ് കേട്ടോ. കുറച്ച് നേരം മുന്നേ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചേക്കേണ്ടതാണ്. അപ്പോൾ നല്ല സോഫ്റ്റാണ് സംഭവം. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് ഫ്ലഫി ആക്കി എടുക്കട്ടെ. അപ്പോൾ ഇതേ കണ്ട ബട്ടർ ഒന്നും കൂടി ഒന്ന് ഞാൻ ബീറ്റ് ചെയ്ത് ഇത്തിരിയും കൂടി ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്യണം. അപ്പോൾ അതിന് ഞാനിവിടെ എടുത്തേക്കണത് ബ്രൗൺ ഷുഗർ ആണ് കേട്ടോ. ഇത് ലൈറ്റ് സോഫ്റ്റ് ബ്രൗൺ ഷുഗർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. 175 grams എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഈ ബട്ടറിന്റെ കൂടെ ഇട്ടിട്ട് നമുക്ക് രണ്ടും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഇടയ്ക്ക് ഒന്ന് നിർത്തിയിട്ട് ഇതിന്റെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഇറക്കിയിട്ട് കൊടുത്തതിന് ശേഷം ബീറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതെല്ലാം എപ്പോഴും ബേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബട്ടറും ഷുഗറും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് അത് ചെയ്തോളൂ. അതല്ലെങ്കിൽ സൈഡിലത്തെ ഒന്നും അത്ര അങ്ങോട്ട് കറക്റ്റായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടില്ല. അപ്പൊ ഇപ്പൊ നോക്കിയത് കുറച്ച് നന്നായി ഫ്ലഫി ആൻഡ് സോഫ്റ്റ് ആയിട്ട് ഒന്നും കൂടി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട ആഡ് ചെയ്യാം. മുട്ട ഒന്ന് നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ ഞാനൊരു 350 grams ഓഫ് പ്ലെയിൻ ഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സാധാരണ മൈദ. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ആദ്യം ആഡ് ചെയ്യുന്നത്. 1 ടീസ്പൂൺ സിന്നമൺ പൊടിച്ചിട്ടുള്ള കറുവാപ്പട്ട, 1 ടീസ്പൂൺ ജിഞ്ചർ ഗ്രൗണ്ട് ജിഞ്ചർ, ഒരു 1/4 ടീസ്പൂൺ 1/4 ടീസ്പൂൺ നട്ട്മെഗ് ജാതിക്ക പൊടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സ്പൈസസും ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ പൊടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച ബട്ടറിലേക്കും ഷുഗറിലേക്കും കൂടെ ഇട്ടിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്നും കൂടെ ചെറുതായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ പൊടിയൊക്കെ ഇട്ടിട്ട് ബൗളിൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു എന്തെങ്കിലും ഒരു പരന്ന സ്ഥലത്ത്, മിനുസുള്ള ഒരു സ്ഥലത്ത്, ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എൻ്റെ ഇൻഡക്ഷൻ ഹോബിൻ്റെ സർഫസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ വർക്ക് ടോപ്പോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ചോപ്പിംഗ് ബോർഡോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ അതൊന്ന് അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ആ പൊടിയൊക്കെ കൂടി എടുത്തിട്ട് ഒന്ന് ഇത് അധികം നേരം ഒന്നും കുഴച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഹാർഡ്ലി ഒരു മിനിറ്റ് കുഴച്ചിട്ടുള്ളൂ. അതെല്ലാം കൂടെ ഒന്ന് ഇങ്ങോട്ട് ഒരുമിച്ച് ആക്കുക, അത്രയേ ഉള്ളൂ. അപ്പോഴേക്കും നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡോ പോലെ കിട്ടും. അപ്പൊ ഇനി ഇതിനെ നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കണം. ഞാനിപ്പോൾ ഇത് ഇന്ന് വൈകുന്നേരം മുഴുവൻ ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് നാളെ എടുത്തിട്ട് ഇത് ബേക്ക് ചെയ്യുള്ളൂ. കുറച്ച് നല്ലോണം ഇരുന്ന് തണുത്ത് കഴിഞ്ഞാൽ ഇത് നല്ല അടിപൊളിയായിട്ട് പൊട്ടാണ്ടിയും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എൻ്റെ ജിഞ്ചർബ്രെഡ് ഹൗസസ് അത്ര വലുതല്ല, അപ്പൊ അതിന്റെ സൈസസിനനുസരിച്ച് മുറിച്ചിട്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കണത്. അതല്ലെങ്കിൽ നമുക്കത് പരത്താനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഞാൻ ഇപ്പോൾ 3 കഷ്ണം ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഓരോ കഷ്ണം നമുക്ക് ഫ്രിഡ്ജിൽ ഒരു ക്ലിംഗ് ഫിലിമിൽ പൊതിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പം നമ്മൾ ഇന്നലെ കുഴച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച ആ മാവില്ലേ, അത് ഞാനിപ്പോൾ ഇന്ന് പുറത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം പുറത്തെടുത്ത് വെക്കണം. കാരണം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ അത് ഭയങ്കര കട്ടയായിട്ടായിരിക്കും ഉണ്ടാവുക.
അപ്പോൾ അത് പുറത്തെടുത്ത് വെച്ച് ഇത്തിരി സോഫ്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി ഒന്നിങ്ങനെ കൈ വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കുക, കുഴയ്ക്കുക. എന്നിട്ട് നമുക്കൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലത്ത്, ഇന്നലെ ഞാൻ മാവ് കുഴയ്ക്കാൻ യൂസ് ചെയ്ത എൻ്റെ കുക്കർ ടോപ്പ് തന്നെയാണ് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത്, അതിൽ വെച്ച് നമുക്കിത് പരത്തി, ഞാൻ ഇതുപോലെയുള്ള വീടുകളുടെ ഷേപ്പുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം, ഇത് തന്നെ ഞാൻ ബാക്കായിട്ട് എടുത്തത്, ഈ വിൻഡോയും ഡോറൊന്നും ഇല്ലാണ്ട്. പിന്നെ അതിൻ്റെ ഒരു സൈഡ് ഭാഗം ഇതിങ്ങനെ പോവും, പിന്നെ അതിൻ്റെ റൂഫ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ടെംപ്ലേറ്റ് പോലെ പേപ്പറിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമ്മൾ പരത്തി കഴിഞ്ഞിട്ട് ആ ടെംപ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് കുറച്ച് കട്ടിയിൽ പരത്തണേ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ 170 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് ഒക്കെ മതി കേട്ടോ, അതിൻ്റെ ഉള്ളിൽ ബേക്കായി കിട്ടിക്കോളും. അപ്പം ഞാൻ കുറച്ച് ഇവിടെ ഓൾറെഡി ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കണ്ടോ, കുറച്ചൊരു ബ്രൗൺ കളറായി, നല്ല കട്ടയായി. അപ്പോൾ ഇതിനതേ ഞാൻ സ്റ്റെയിൻ ഗ്ലാസ് വിൻഡോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ബോയിൽഡ് സ്വീറ്റ്സ് വെച്ചിട്ട്. അപ്പം പക്ഷേ എനിക്ക് ബോയിൽഡ് സ്വീറ്റ് കിട്ടിയില്ല, അപ്പോൾ ജെല്ലി ബേബി ഞാൻ ഇട്ടത് അതുകൊണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആയിട്ടില്ല കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിനെ അസംബിൾ ചെയ്ത് വീടാക്കണം. ജിഞ്ചർബ്രെഡ് ഹൗസുകളൊക്കെ ബേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഹൗസുകളിനെയൊക്കെ കൂടെ കൂട്ടി യോജിപ്പിക്കാനായിട്ട് ഒരു ഗ്ലൂ പോലെ ഉണ്ടാക്കിയെടുക്കണം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഐസിങ് ഷുഗറും വെള്ളമാണ്. ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എഗ് വൈറ്റ്സ് ആഡ് ചെയ്യാം കേട്ടോ. ഒന്നുമല്ല ഫ്രഷ് ആയിട്ടുള്ള എഗ് വൈറ്റ്സ് ആഡ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ സ്ട്രോങ് ആവും മുട്ട ആവുമ്പോഴേ. അതല്ലെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിൽ ഇവിടെ എഗ് വൈറ്റ് പൗഡർ ഉണ്ട്, അപ്പം ഞാൻ ഇതാണ് ആഡ് ചെയ്യാൻ പോണത്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് പേസ്റ്റ് പോലെ ആക്കി എടുക്കാം. അപ്പൊ ഇവിടെ നല്ല കട്ടിയായിട്ടാണ് ഞാൻ ഇത് കലക്കി എടുത്തിരിക്കുന്നത് കേട്ടോ, പേസ്റ്റ് ആക്കി എടുത്തിരിക്കുന്നത്. കണ്ട, ഇങ്ങനെ നല്ല തിക്ക് റിബൺസിലാണ് ഇത് വീഴുന്നത്. എന്തോരം വെള്ളം എടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾ എത്ര ഐസിങ് ഷുഗർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കുക. അധികം റണ്ണി ആക്കി പോവരുത്. അപ്പോൾ അത് നമ്മൾ വിചാരിക്കുന്ന പോലെ അതാ ജിഞ്ചർബ്രെഡ് ഹൗസിന് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കില്ല. ഇനി നമുക്കിത് ഐസിങ് ബാഗുകളിലേക്ക് ആക്കാം. It's not for eating yet. We have to make the gingerbread house. No! See, this is what I said in the intro of this video. Like, we can have the kids make this, decorate this, but most things will go in their tummy than on the houses. Isn't it? I mean, your Paul ഇവിടെ ക്രിസ്മസിന് സ്പെഷ്യൽ ടീഷർട്ട് ഒക്കെ ഇട്ടിരിക്കുന്നത്. ഇറ്റ് സേസ് ക്രിസ്മസ് വാട്ട് എവർ. പോളിനോട് ക്രിസ്മസ് ഈ കോസ്റ്റ്യൂം ഇട്ടിട്ട് വരാൻ പറഞ്ഞപ്പോൾ വന്നതാണ്. എവിടെയും ക്രിസ്മസ് ജമ്പർ, റെയിൻഡിയർ ഹാറ്റ് ഒക്കെ ഇട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, സോ അപ്പൊ ഞങ്ങളുടെ ജിഞ്ചർബ്രെഡ് ഹൗസസ് ഒക്കെ ദേ ഇവിടെ 3 പ്ലേറ്റില് ബേക്ക് ആയിട്ട് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനെ ഗ്ലൂ ചെയ്ത് ഒരു ഹൗസിന്റെ ഫോമിലാക്കി എടുക്കണം. So you know what to do? No. Yes. Now can you join? ഞങ്ങളിവിടെ ഐസിംഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ കാണിച്ചില്ലേ, അതൊരു ഐസിംഗ് ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് വേണം അതിന്റെ സൈഡ്സ് ഗ്ലൂ ചെയ്തെടുക്കാനായിട്ട്. Use plates of these. My windows. That is your plate. Take only from one. Look okay? at my windows and look at your windows. Already started. Okay, that's a friend of my windows are cooler.
Don't break it. It's not an actual house. ഓടി പിടിക്ക്. Hold one side. Still not one side. Your hands on it. Okay. Right? I'll do it. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ജിഞ്ചർബ്രെഡ് ഹൗസസ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഡെക്കറേഷൻ ഞങ്ങൾക്ക് കംപ്ലീറ്റ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങളുടെ വീഡിയോഗ്രാഫർ ജോലിക്ക് പോയി. ഇവിടുന്ന് ഞങ്ങൾ അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ കംപ്ലീറ്റഡ് ആയിട്ടുള്ളത് കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇതേ ഞങ്ങളുടെ 3 ആളുടെ റെഡി ആയിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കാണാം ഓരോന്നും. അപ്പൊ പോളു എങ്ങനെയുണ്ടായിരുന്നു ജിഞ്ചർബ്രെഡ് ഹൗസ് ഉണ്ടാക്കുന്ന എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? Good? Did you enjoy it? Yes. Yes? Will you do it again? Yes. Yes? Ammo, what do you say? Whose is best? Mine. Mine. At least my roof fits properly. Your roof fits properly. What's this? That is original. And what's this? Why have you put chocolate chips like that? Or chocolate butter? It's not chocolate buttons, is it? Gingerbread man on that side. Why have you put chocolate buttons like this? That's her design of roof. Everybody has Come got on. similar. At least mine looks normal. Does it? Yeah. Now I This think is a real mine house. is better. Yeah, Yes. that's boring. Yes, all look like normal houses, but look at mine. It's Why is much it- better yeah, than yours yours. is a pentagon house. Yes, isn't it? It Yeah. looks very nice. And look at the surprise at the back. It's got chocolate buttons at the back and sprinkled roof. It's very nice. ഇത് പോളിൻ്റെ ഹൗസാണ് കേട്ടോ. ഇതിൽ കുഞ്ഞ് ക്രിസ്മസ് ട്രീയുടെ ഡെക്കറേഷനൊക്കെ വെച്ചിട്ടുണ്ട്. സ്നോ പെയ്തിട്ടുണ്ട് വീടിൻ്റെ മുകളിൽ. ഐസിക്കിൾസ് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്. ചോക്ലേറ്റ് ബട്ടൺസ് വെച്ചിട്ടാണ് റൂഫ് ചെയ്തേക്കണവൻ. പിന്നെ മുകളിൽ ജെല്ലി ബീൻസ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു, മൾട്ടി കളേർഡ്. സൈഡിൽ ഡെക്കറേഷൻ ഒന്നുമില്ല. പുറകിൽ ഇതേ കുറച്ച് ക്രിസ്മസ് സ്പ്രിങ്കിൾസ് ഇട്ടിട്ടുണ്ട്, കുറച്ച് ഐസുമായിട്ട്. അങ്ങനെ അവൻ്റെ ജിഞ്ചർബ്രെഡ് ഹൗസ് സൂപ്പറായിട്ടുണ്ട്. അമ്മൂൻ്റെ ജിഞ്ചർബ്രെഡ് ഹൗസ് ഫുൾ ഓഫ് ഡെക്കറേഷൻസ് ആണ്. കാൻഡി കെയിൻ ഡെക്കറേഷൻസ് വെച്ചിട്ട് ഫ്രണ്ടൊക്കെ ചെയ്തേക്കണം. അവളുടെ വിൻഡോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. സ്റ്റെയിൻ ഗ്ലാസ് വിൻഡോ പോലെയാണ് അവൾ ചെയ്തേക്കുന്നത്. ഞങ്ങളുടെ ഡോർ ഇത്തിരി ചെറുതായി പോയി, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മെഴുതിരി വെക്കാൻ പറ്റില്ല. ഒരു ക്യാൻഡിൽ ഉള്ളിൽ കത്തിച്ച് വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഇതിൻ്റെ റൂഫിൽ ഹാർട്ട് ഷേപ്പിലാണ് ക്രിസ്മസ് സ്പ്രിങ്കിൾസ് ഇട്ടേക്കണത്. ചോക്ലേറ്റ് ബട്ടൺസ് അവൾ മുകളിലാണ് യൂസ് ചെയ്തേക്കണേ. ഇവിടെ ജെല്ലി ബേബീസ് ഫ്രണ്ടിലുണ്ട്. ഈ സൈഡിൽ കംപ്ലീറ്റ് ജിഞ്ചർബ്രെഡ് മെന്നാണ്. അതിൻ്റെ താഴെ ക്രിസ്മസ് ട്രീസ് ഉണ്ട്. അതിൻ്റെ താഴെ നമ്മുടെ M&M's പോലെയുള്ള സ്കിറ്റിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്വീറ്റ് ഉണ്ട്. അടിപൊളിയുണ്ട് അമ്മൂൻ്റെ ഹൗസ്. ഇവിടെയും വിൻഡോ ഉണ്ട് അവൾക്ക്, ഇൻ ഗ്ലാസ് വിൻഡോ തന്നെ. വീടിന് താഴെ കംപ്ലീറ്റ് M&M's ആണ് കേട്ടോ. പുറകിലും M&M's ഉണ്ട് താഴെ. ബാക്കിൽ അവളൊന്നും ചെയ്തിട്ടില്ല. തണുപ്പുള്ള ഒരു ദിവസത്തിൻ്റെ പോലെയാണ് അവളിത് ചെയ്തെടുത്തേക്കണത്. നല്ലോണം ഐസും നല്ല രസമാണ്. നല്ല മൾട്ടി കളേർഡ് ഹൗസ്. എൻ്റെ വീട് അവരുടെ വീടിനേക്കാളും ഡിസൈൻ വൈസ് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് നോർമൽ ഹൗസ് അല്ല, ഇങ്ങനെ കുറച്ച് ചെരിഞ്ഞിരിക്കുന്ന പോള് പെൻഡഗൻ ഹൗസ് എന്നാണ് വിളിച്ചത്.
അതുപോലത്തെ ഒരു വീടാണ്. ഞാൻ ഡോറിൻ്റെ ചുറ്റും മൾട്ടി കളേർഡ് ജെല്ലി ബേബീസ് വെച്ചിട്ടുണ്ട്. പിന്നെ ക്രിസ്മസ് ട്രീ, ജിഞ്ചർബ്രെഡ് മാൻ മുകളിലൊരു ലൈനിലുണ്ട്, 2 സൈഡിൽ ലൈനിലുണ്ട്. മുകളിലത്തെ വിൻഡോയിൽ ക്യാൻഡി കെയിൻ നിറച്ച് വെച്ചിട്ടുണ്ട്. സ്കിറ്റിൽസ് വെച്ചിട്ട് റൂഫിൻ്റെ സൈഡ് ചെയ്തിട്ടുണ്ട്, മുകളിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ഈസി പണിക്കാൻ പോയത് ഈ റൂമിൻ്റെ 2 സൈഡ് ഞാൻ വെറുതെ ക്രിസ്മസ് സ്പ്രിങ്കിൾസ് ഇട്ടിട്ടുള്ളൂ ഐസിങ്ങിൽ. പിന്നെ ഞാൻ ഇവിടെ സൈഡിലൊക്കെ നിറച്ചും ഐസിങ് കൊടുത്തിട്ടുണ്ട്. ഒരു ഐസൊക്കെ പെയ്ത ഒരു സ്നോയിൽ നിൽക്കുന്ന വീടിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അവരുടെ വീടിന് ഇല്ലാത്ത എൻ്റെ വീടിൻ്റെ സ്പെഷ്യാലിറ്റിയാണ് ഞാൻ ബാക്കിലും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ചോക്ലേറ്റ് ബട്ടൺസ് എനിക്ക് യൂസ് ചെയ്യണമെന്നുണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് സ്ഥലം കിട്ടിയില്ല വേറെ എവിടെയും വെക്കാൻ. അപ്പം ഞാൻ ബാക്കിലാണ് നിറച്ചും ചോക്ലേറ്റ് ബട്ടൺസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തത്. ഈ ബാക്കിലെ വിൻഡോയിൽ നോക്കിയാൽ നമുക്ക് ഫ്രണ്ടിലത്തെ ഡോറി കൂടെ പുറത്തേക്ക് കാണാം. അങ്ങനെ ഇതാണ് എൻ്റെ ജിഞ്ചർബ്രെഡ് ഹൗസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത് 3ഉം കൂടെ നിൽക്കുമ്പോൾ ഒരു വില്ലേജ് ആയി അല്ലേ. ഇപ്പോൾ 3 ഹൗസ്, ഞാൻ സാധാരണ ഒരു ഹൗസ് ഉണ്ടാക്കാറുള്ളൂ, ഇപ്രാവശ്യം നമ്മൾ 3 ഹൗസാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ഇഷ്ടമായത് ആരുടെ ഡിസൈനാണെന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഞങ്ങൾ ജിഞ്ചർബ്രെഡ് ഹൗസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി, നിങ്ങൾ കമന്റ് ചെയ്തോളൂ കേട്ടോ. ആരുടെ ജിഞ്ചർബ്രെഡ് ഹൗസ് ആണ് ഏറ്റവും ഭംഗിയായിരിക്കണേ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ജിഞ്ചർബ്രെഡ് ഹൗസ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്തോളൂ. ഭയങ്കര എളുപ്പമാണ്, കുറച്ച് പേഷ്യൻസ് വേണം ഇത് ഗ്ലൂ ചെയ്തെടുക്കാനായിട്ട്. ഐസിങ് ഷുഗർ വെച്ചിട്ട് നമ്മൾ ആ ഗ്ലൂ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല കട്ടിക്ക് തന്നെ ഉണ്ടാക്കിയെടുത്തോളൂ കേട്ടോ, അതായത് സ്റ്റിക്ക് ചെയ്യുള്ളൂ പ്രോപ്പറായിട്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. സ്മിത ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും സ്മിത ചാനലിന്റെ വക മെറി ക്രിസ്മസ്.